നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. അലൈഡ് ഹെൽത്ത് കെയർ ഡിപ്ലോമ അപേക്ഷ ഓഗസ്റ്റ് 12 വരെ. കേരളത്തിലെ സർക്കാർ സ്വാശ്രയ സ്ഥാപനങ്ങളിലെ ഫാർമസി ഹെൽത്ത് ഇൻസ്പെക്ടർ അലൈഡ് ഹെൽത്ത് കെയർ ഡിപ്ലോമ പ്രോഗ്രാമിലെ പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. എൻട്രൻസ് ടെസ്റ്റില്ല. യോഗ്യതാ പരീക്ഷയിൽ നിർദ്ദിഷ്ട പേപ്പറുകളിൽ നേടിയ മാർക്ക് നോക്കിയാണ് പ്രവേശനം. സ്ഥാപനങ്ങളുടെ ലിസ്റ്റും സീറ്റ് വിവരങ്ങളും ഓപ്ഷൻ സമർപ്പണത്തിന് മുൻപ് അറിയാം. വിവിധ സ്ഥാപനങ്ങളിലെ വ്യത്യസ്ത പ്രോഗ്രാമുകളിലേക്ക് ഒറ്റ അപേക്ഷ മതി. ജനറൽ അപേക്ഷകരും സർവീസ് കോട്ടക്കാരും 600 രൂപ അപേക്ഷാ ഫീസ് നൽകണം. പട്ടികവർഗക്കാർ 300 രൂപ. അവസാന തീയതി ഓഗസ്റ്റ് 12. lbscenter.kerala.gov.in വഴിയാണ് അപേക്ഷിക്കേണ്ടത്. സർവീസ് കോട്ടയിൽ ട്രഷറിയിൽ ഫീസ് അടയ്ക്കാതടക്കമുള്ള നിബന്ധനകൾ പാലിക്കണം. സ്വകാര്യ കോളേജുകളിലെ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് അതത് മാനേജ്മെൻറ്റ് അലോട്ട്മെൻറ്റ് നടത്തും. പ്രവേശനത്തിന് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയ്ക്ക് +2 മൊത്തം 40% മാർക്ക് വേണം. പട്ടികവർഗക്കാർക്ക് 35% മതി. ഇതേ തോതിൽ മാർക്കുള്ള VHSCക്കാർക്കും പ്രവേശനമുണ്ട്. ഫാർമസിക്ക് ബയോളജിക്ക് പകരം മാത്സ് ആയാലും മതി. ഫാർമസിക്ക് VHSCയിലെ A-B ഗ്രൂപ്പുകാർ മാത്രമേ പരിഗണിക്കൂ. 2020 ഡിസംബർ 31 17 വയസ്സ് തികയണം. ഉയർന്ന പ്രായപരിധിയില്ല. പക്ഷേ സർവീസ് കോട്ടക്കാരുടെ പ്രായം 49 കവിയരുത്. നോമിനികൾ VHSC, ഹെൽത്ത് സർവീസസ് വകുപ്പ്, സ്പോർട്സ്, വിമുക്ത ഫെഡറൽ എയർഫോഴ്സ് മുതലായ വിഭാഗക്കാർക്ക് ഏതാനും സീറ്റുകൾ നീക്കിവെച്ചിട്ടുണ്ട്. പ്രോഗ്രാം ദൈർഘ്യം പൊതുവെ 2 വർഷം. ചിലത് ഇൻറ്റേൺഷിപ്പ്, പ്രാക്ടിക്കൽ അടക്കം 3 വർഷം വരെയാകാം. 16 ഡിപ്ലോമ പ്രോഗ്രാമുകളാണ് ഉള്ളത്. 1 ഫാർമസി, 2 ഹെൽത്ത് ഇൻസ്പെക്ടർ, 3 മെഡിക്കൽ ലാബ് ടെക്നോളജി, 4 റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി ടെക്നോളജി, 5 റേഡിയോളജിക്കൽ ടെക്നോളജി, 6 ഒഫ്താൽമെറ്റിക് അസിസ്റ്റൻറ്റ്, 7 ഡെൻ്റൽ മെക്കാനിക്സ്, 8 ഡെൻ്റൽ ഹൈജീനിക്സ്, 9 ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി, 10 കാർഡിയോ വാസ്കുലർ ആൻഡ് ടെക്നോളജി, 11 ന്യൂറോ ടെക്നോളജി, 12 ഡയാലിസിസ് ടെക്നോളജി, 13 എൻഡോസ്കോപ്പിക് ടെക്നോളജി, 14 ഡെൻ്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റൻറ്റ്, 15 റെസ്പിറേറ്ററി ടെക്നോളജി, 16 സെൻട്രൽ സ്റ്റൈറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നോളജി. പാരാമെഡിക്കൽ മാറി ഇനി അലൈഡ് ഹെൽത്ത് കെയർ. പാരാമെഡിക്കൽ എന്നതിന് പകരം അലൈഡ് ഹെൽത്ത് കെയർ എന്ന വാക്കു മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ജൂലൈ 1 ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരളത്തിലെ പ്രോസ്പെക്ടസിൽ പാരാമെഡിക്കൽ എന്ന വാക്ക് തന്നെയാണ് നിലവിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.